ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് രാജസ്ഥാനിൽ പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനം ആറ്റിങ്ങലിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾക്കായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ കരൌലിയിലും ഉത്തരാഖണ്ഡിലെ ഋഷികേശിലും NDA പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് രാജസ്ഥാനിൽ 2 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ബിക്കാനേർ, ജോധ്പൂർ മണ്ഡലങ്ങളിലെ പ്രചാരണ യോഗങ്ങളിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുക. പ്രധാനമന്ത്രി ഇന്നലെ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ തമിഴ്നാടിന്റെ വികസനത്തിനായി ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപിച്ചതായി കോയമ്പത്തൂരിലും വെല്ലൂരിലും പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ തേനി, ഡിണ്ടിഗൽ ജില്ലകളിൽ INDIA പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. തമിഴ്നാട് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് ഈ മാസം 26-ന് നടക്കും. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ കേരളത്തിൽ 3 മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ കൂടുതൽ ശക്തിയാർജിച്ചു. ചെറിയ പെരുന്നാളിനെ തുടർന്ന് ഇന്നലെ സ്വകാര്യ സന്ദർശനങ്ങളിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ശ്രദ്ധ ചെലുത്തിയത്. പൊതുയോഗങ്ങളും റോഡ് ഷോകളും പ്രകടനങ്ങളുമായി പ്രചാരണ രംഗം ഇന്ന് വീണ്ടും സജീവമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF പ്രചാരണത്തിൽ പങ്കെടുക്കും. NDA കോഴിക്കോട് മണ്ഡലം മഹിളാ സംഗമം കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് കാട്ടാക്കടയിൽ NDA പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് സുതാര്യവും സുരക്ഷിതവുമായ തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. സംസ്ഥാനത്തുടനീളം 2122 ക്യാമറകൾ ഉപയോഗിച്ച് വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിലാണ് 3ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 3ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. ഗുജറാത്തിലെ 26-ഉം കർണാടകയിലെ 14-ഉം മഹാരാഷ്ട്രയിലെ 11-ഉം UPയിലെ 10-ഉം സീറ്റുകളിൽ 3ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും പശ്ചിമബംഗാളിലെയും 4 വീതം സീറ്റുകൾ, ഗോവയിലെ 2 മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലും ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ്. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ജമ്മു കശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഓരോ സീറ്റുകളിലും 3ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഈ മാസം 19 വരെയാണ് സമയം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 20-ന് നടക്കും. 22 വരെ പത്രികകൾ പിൻവലിക്കാം. മെയ് 7-നാണ് 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലെ പുതുക്കിയ വിജ്ഞാപനവും നാളെ പുറപ്പെടുവിക്കും. 2ാം ഘട്ടത്തിൽ നടക്കാനിരുന്ന തിരഞ്ഞെടുപ്പ് BSP സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 3ാം ഘട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും സമാധാനപരവുമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ലോകത്തിന് ഒന്നാകെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അമേരിക്കൻ മാഗസിനു നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നയതന്ത്ര സൈനിക തലങ്ങളിലെ ക്രിയാത്മകമായ ഉഭയകക്ഷി ഇടപെടലുകളിലൂടെ അതിർത്തി മേഖലകളിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്ന് ശ്രീ മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു.
പ്രകടിപ്പിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് ജനാധിപത്യത്തിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യപത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ 2019 പൊതു തിരഞ്ഞെടുപ്പിൽ 600 ദശലക്ഷത്തിലധികം പേരാണ് വോട്ട് ചെയ്തത്. 970 ദശലക്ഷത്തിലധികം വോട്ടർമാർ 2024 പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ജമ്മു കശ്മീരിൽ പുൽവാമ ജില്ലയിലെ ഫിറോസിപ്പോരയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സേന തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടി ഉതിർക്കുകയായിരുന്നു. പോലീസ്, കരസേന, CRPF സംയുക്ത സംഘം ഉടൻ തന്നെ ഇതിനെ പ്രതിരോധിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേർന്നു. ഐക്യത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഊർജ്ജം പകരുന്ന ഉത്സവമാണ് ഈദ് ഉൽ ഫിത്തർ എന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട് ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നാണ് ഈദ് ഉൽ ഫിത്തർ. കേരളത്തിലും ജമ്മു കശ്മീരിലും ചെറിയ പെരുന്നാൾ ഇന്നലെയായിരുന്നു. ലക്ഷദ്വീപിൽ കൽപ്പേനി ദ്വീപ് ഒഴികെ 9 ദ്വീപുകളിലും ഇന്നാണ് ചെറിയ പെരുന്നാൾ. കൽപ്പേനിയിൽ പെരുന്നാൾ ഇന്നലെ ആഘോഷിച്ചു. അവയവ മാഫിയയ്ക്കെതിരായ നടപടികളുമായി ബന്ധപ്പെട്ട് ഹരിയാന, രാജസ്ഥാൻ സർക്കാരുകൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഹരിയാന ആരോഗ്യ വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഇരു സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിച്ചുവരുന്ന അവയവ മാഫിയയെ കണ്ടെത്തിയതായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ 4 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ബംഗ്ലാദേശ് പൌരൻ ഉൾപ്പെടെ 4 പേരെയാണ് റെയ്ഡിൽ പിടികൂടിയത്. സന്ദേശ് ഖാലി അതിക്രമങ്ങളിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് കൽക്കട്ട ഹൈക്കോടതി. സസ്പെൻഷനിലായ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെയും കൂട്ടാളികൾക്കുമെതിരെയുമുള്ള അന്വേഷണത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഭൂമി കയ്യേറ്റം, ലൈംഗിക അതിക്രമം തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉയർന്നിട്ടുള്ളത്. കോടതി മേൽനോട്ടത്തിലാകും അന്വേഷണം. സന്ദേശ് ഖാലി സംഭവങ്ങളിലെ അന്വേഷണത്തിന് പശ്ചിമബംഗാൾ സർക്കാർ CBIക്ക് മതിയായ പിന്തുണ നൽകണമെന്നും കോടതി പറഞ്ഞു. പരിപ്പിന്റെയും പയർവർഗ്ഗങ്ങളുടെയും പ്രതിവാര സ്റ്റോക്ക് പരിശോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. തുറമുഖങ്ങളിലെ സംഭരണ കേന്ദ്രങ്ങളിലും വിതരണക്കാരുടെ ഗോഡൌണുകളിലും പരിശോധന നടത്തണം. സ്റ്റോക്ക് വെളിപ്പെടുത്തൽ പോർട്ടലിൽ തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പും വിപണി കൃത്രിമവും തടയുന്നതിന് പയർവർഗ്ഗങ്ങളുടെ സ്റ്റോക്ക് പൊസിഷനിലും വില നിലവാരത്തിലും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗം വിലയിരുത്തി. ലക്ഷദ്വീപിൽ ഇന്നലെ അർദ്ധരാത്രി നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ലക്ഷദ്വീപ് കടലിൽ മിനിക്കോയ് ദ്വീപിന് 195 കിലോമീറ്റർ വടക്ക് 27 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്ന് ദേശീയ ഭൂചലന വിഭാഗം അറിയിച്ചു. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം. മാതൃ ആരോഗ്യ സംരക്ഷണത്തിൽ തുല്യത, ഒരു അമ്മയും തഴയപ്പെടരുത് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. മാതൃ ആരോഗ്യ സംരക്ഷണത്തിലൂടെ മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയായ വൈറ്റ് റിബൺ അലയൻസ് ഇന്ത്യ മുന്നോട്ടുവച്ച നിർദ്ദേശം പരിഗണിച്ച് 2003 ഏപ്രിൽ 11 ദേശീയ സുരക്ഷിത മാതൃത്വ ദിനമായി സർക്കാർ പ്രഖ്യാപിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ 8-9 സ്ഥാനങ്ങളിലാണ് മുംബൈയും ബംഗളൂരുവും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ചൈനയുടെ ഹാൻ യുവയെ നേരിടും. ലോക 33-ാം നമ്പർ താരം മലേഷ്യയുടെ ഗോ ജിൻവേയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുരുഷ സിംഗിൾസ് 16-ാം റൌണ്ടിൽ ഇന്ത്യയുടെ HS പ്രണോയ് തായ്വാന്റെ ലിൻ ചുൻയെ നേരിടും. വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ, തനിഷ കാസ്ട്രോ സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ത്യൻ സഖ്യം ഇന്ന് നമെ മത്സുയോമ, ചിഹാരു ഷിദ ജാപ്പനീസ് ജോഡിയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് രാജസ്ഥാനിൽ പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനം ആറ്റിങ്ങലിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.